ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കും. വികസിത ഭാരതം രൂപപ്പെടുത്തുന്നതിലേക്കുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാൻ രാജ്യത്തെ പൌരന്മാരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യ കാരണങ്ങളാൽ പരിശീലനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സൈനികരുടെ പുനരധിവാസം സാധ്യമാക്കുന്ന നയത്തിന് രാജ്യരക്ഷാ മന്ത്രാലയത്തിന്റെ അംഗീകാരം. എല്ലാത്തരം മതവിദ്വേഷത്തെയും അപലപിക്കുന്നുവെന്നും ബഹുസ്വരതയാണ് ഇന്ത്യയുടെ മുഖമുദ്രയെന്നും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ഇന്നും റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചു. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ച ശേഷം വീണ്ടും തുടങ്ങുമെന്ന് മന്ത്രി ജി.ആർ. അനിൽ. ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. ഡൽഹി വിജ്ഞാൻ ഭവനിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സമയക്രമവും ഇന്ന് കമ്മീഷൻ പ്രഖ്യാപിക്കും. നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ 16-നാണ് അവസാനിക്കുന്നത്. വികസിത ഭാരതം രൂപപ്പെടുത്തുന്നതിലേക്കുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാൻ രാജ്യത്തെ പൌരന്മാരോട് തുറന്ന കത്തിലൂടെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യം വലിയ കുതിച്ചുചാട്ടം നടത്തിയതായും ഗുണപരമായ വളർച്ച രേഖപ്പെടുത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. പാരമ്പര്യത്തെയും ആധുനികതയെയും ഒരുപോലെ പരിഗണിച്ചാണ് രാജ്യം മുന്നോട്ടു പോകുന്നത്. രാജ്യം സമ്പന്നമായ സംസ്കാരത്തെ ആഘോഷിച്ചുകൊണ്ടുതന്നെ പുരോഗതിയിലേക്ക് നീങ്ങുന്നതിൽ ഓരോ പൌരന്മാരും അഭിമാനിക്കുന്നു. വിവിധ പദ്ധതികളിലൂടെയും പ്രവൃത്തികളിലൂടെയും രാജ്യം മാറ്റിമറിക്കപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പൊതുജനങ്ങളുടെ പങ്കാളിത്തമാണ് ജനാധിപത്യത്തിന്റെ സൌന്ദര്യമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ജനങ്ങളുടെ പിന്തുണയും വിശ്വാസവുമാണ് രാജ്യത്തിന്റെ ക്ഷേമത്തിനായുള്ള തീരുമാനങ്ങളെടുക്കാൻ അദ്ദേഹത്തിന് കരുത്ത് പകരുന്നതെന്നും സൂചിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെലങ്കാന സന്ദർശനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് നഗർ കർണൂലിൽ പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വടക്കൻ കർണാടകയിലെ കലബുർഗിയിലെ NV മൈതാനത്ത് പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് ഇന്നലെ വൈകുന്നേരമാണ് പ്രധാനമന്ത്രി തെലങ്കാനയിൽ എത്തിയത്. പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കീഴിൽ 1 കോടിയിലധികം കുടുംബങ്ങൾ രജിസ്റ്റർ ചെയ്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു. ഊർജ്ജ ഉത്പാദനം ഉറപ്പാക്കുന്നതിനൊപ്പം വീടുകളിലെ വൈദ്യുതി ചെലവിൽ ഗണ്യമായ കുറവ് വരുത്താൻ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സൈനിക പരിശീലനത്തിനിടെ ആരോഗ്യ കാരണങ്ങളാൽ പരിശീലനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കേഡറ്റുകൾക്ക് പുനരധിവാസ സൌകര്യങ്ങൾ വിപുലീകരിക്കുന്ന നയത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകി. പതിറ്റാണ്ടുകളായി കേഡറ്റുകളും അവരുടെ കുടുംബാംഗങ്ങളും ഈയൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ റീസെറ്റിൽമെന്റ് നടത്തുന്ന സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ വിപുലീകരിക്കാൻ അനുവദിക്കണമെന്ന വിമുക്ത ഭടന്മാരുടെ ക്ഷേമകാര്യ വകുപ്പിന്റെ നിർദ്ദേശവും ശ്രീ രാജ്നാഥ് സിംഗ് അംഗീകരിച്ചു. മെഡിക്കൽ കാരണങ്ങളാൽ ബോർഡ് ഔട്ട് ചെയ്യപ്പെട്ട 500 കേഡറ്റുകൾക്ക് പുതിയ നടപടിയുടെ പ്രയോജനം ലഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മാർച്ച് 23 മുതൽ സിംഗപ്പൂർ, ഫിലിപ്പീൻസ്, മലേഷ്യ എന്നിവിടങ്ങളിൽ 5 ദിവസത്തെ സന്ദർശനം നടത്തും. സന്ദർശനം 3 രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പരസ്പര പരിഗണനയുള്ള പ്രാദേശിക വിഷയങ്ങളിൽ ഇടപഴകുന്നതിന് അവസരമൊരുക്കുകയും ചെയ്യും. എല്ലാത്തരം മതവിദ്വേഷത്തെയും ശക്തമായി അപലപിക്കുന്നതായും ഐക്യരാഷ്ട്രസഭയെ മത ക്യാമ്പുകളായി വിഭജിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നതായും ഇന്ത്യ UN-ൽ അഭിപ്രായമുന്നയിച്ചു. UN പൊതുസഭയുടെ 78ാമത് സെഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കാംബോജാണ് ഇക്കാര്യം പറഞ്ഞത്. എല്ലാ മതങ്ങളുടെയും എല്ലാ വിശ്വാസങ്ങളുടെയും തുല്യ സംരക്ഷണവും ഉന്നമനവും എന്ന തത്വം ഇന്ത്യ മുറുകെ പിടിക്കുന്നുവെന്ന് ശ്രീമതി കാംബോജ് പറഞ്ഞു. ഒരു പ്രത്യേക മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ദൂതന്റെ തസ്തിക സൃഷ്ടിക്കുന്നതിനെ തത്വത്തിൽ ഇന്ത്യ എതിർക്കുന്നുവെന്നും അവർ പറഞ്ഞു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ആഭ്യന്തര ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം ആകർഷിക്കാനും ലക്ഷ്യമിട്ടുള്ള വാഹന നയം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ലോകത്തിലെ വാഹനങ്ങളുടെ നിർമ്മാണ കേന്ദ്രമായി രാജ്യത്തെ മാറ്റാൻ വാഹന നയം സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് പ്രവേശനം അനുവദിക്കുന്നതാണ് നയം. ക്രൂഡ് ഓയിൽ ഇറക്കുമതി, വ്യാപാര കമ്മി, അന്തരീക്ഷ മലിനീകരണം എന്നിവ കുറയ്ക്കാനും നയം ലക്ഷ്യമിടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ സെമി ഫൈനലിൽ കടന്നു. മലേഷ്യൻ താരത്തെ മറികടന്നാണ് ലക്ഷ്യ സെന്നിന്റെ മുന്നേറ്റം. ഇന്ന് ബിർമിംഗ്ഹാമിൽ നടക്കുന്ന സെമി ഫൈനലിൽ ഇന്തോനേഷ്യയുടെ ജോനാഥൻ ക്രിസ്റ്റിയെ ലക്ഷ്യ സെൻ നേരിടും. സംസ്ഥാനത്ത് ഇന്നും റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചു. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ച ശേഷം വീണ്ടും തുടങ്ങുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NIC-ക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാലാണ് മസ്റ്ററിംഗ് നിർത്തിവച്ചത്. റേഷൻ വിതരണം എല്ലാ കാർഡുകാർക്കും സാധാരണ നിലയിൽ നടക്കും. സംസ്ഥാനത്തെ റബ്ബർ ഉത്പാദന ബോണസ് 180 രൂപയാക്കി ഉയർത്തിയതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. റബ്ബർ കർഷകർക്ക് ഉത്പാദന ബോണസായി 24.48 കോടി രൂപ കൂടി അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു. ശബരിമലയിൽ 10 ദിവസം നടക്കുന്ന ഉത്സവത്തിന് ഇന്ന് രാവിലെ കൊടിയേറി. നാളെ മുതൽ ഈ മാസം 24 വരെ ഉത്സവ ബലി ദർശനവും ശ്രീഭൂതബലിയും നടക്കും. 24-ന് രാത്രി ശരംകുത്തിയിൽ പള്ളിവേട്ടയും ഉത്സവത്തിന് സമാപനം കുറിച്ച് 25-ന് പമ്പയിൽ ആറാട്ടും നടക്കും. ഇന്ന് ദേശീയ പ്രതിരോധ കുത്തിവയ്പ് ദിനം. കുട്ടികളിൽ പ്രതിരോധ കുത്തിവയ്പ് ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം മുൻനിർത്തിയാണ് ദിനാചരണം നടത്തുന്നത്. 1995 മാർച്ച് 16-ന് ആദ്യമായി പോളിയോ തുള്ളിമരുന്ന് നൽകിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഈ ദിവസം ദേശീയ പ്രതിരോധ കുത്തിവയ്പ് ദിനമായി ആചരിക്കുന്നത്. ജീവന്റെ സാധ്യതകൾ തേടി വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് ദൌത്യവുമായി നാസ. യൂറോപ്പ ക്ലിപ്പർ മിഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ദൌത്യം യൂറോപ്പയുടെ മഞ്ഞുറഞ്ഞ ഉപരിതലത്തിനടിയിലെ ഉപ്പു തടാകത്തിൽ ജീവന്റെ സാധ്യതകളുണ്ടോ എന്നാകും അന്വേഷിക്കുക. ഈ വർഷം ഒക്ടോബറിലാണ് ദൌത്യം. പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാനായി നവനീത് കുമാർ സെഹ്വാൾ നിയമിതനായി. UP കേഡറിൽ നിന്നുള്ള 1988 IAS ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് നവനീത് സെഹ്വാൾ. ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് മുഹമ്മദ് യാസിൻ മാലിക് വിഭാഗത്തെ അടുത്ത 5 വർഷത്തേക്ക് നിയമവിരുദ്ധ സംഘടനയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. സംഘടന ജമ്മു കാശ്മീരിൽ തീവ്രവാദവും വിഘടനവാദവും വളർത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തുടരുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ശക്തമായ ഷെല്ലാക്രമണത്തെ തുടർന്ന് റഷ്യൻ അതിർത്തിക്കടുത്തുള്ള യുക്രൈനിലെ സുമി മേഖലയിൽ കൂട്ട ഒഴിപ്പിക്കൽ ആരംഭിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 180-ൽ അധികം താമസക്കാരെ ഒഴിപ്പിച്ചതായി യുക്രൈനിലെ സൈനിക ഭരണകൂടം അറിയിച്ചു. 22 ഗ്രാമങ്ങളിൽ നിന്നായി 4500 പേരെ ഒഴിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. തെക്കൻ ഗസ നഗരമായ റഫയിൽ ആക്രമണത്തിന് അംഗീകാരം നൽകി ഇസ്രായേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. വെടിനിർത്തലിനായുള്ള ഹമാസിന്റെ പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഇസ്രായേലിന്റെ യുദ്ധകാല മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷമാണ് നെതന്യാഹുവിന്റെ തീരുമാനം. ഇസ്രായേലി തടവിലുള്ള 100 കണക്കിന് പലസ്തീൻകാരുടെ മോചനത്തിനായി ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേലി സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്നവരെയും രോഗബാധിതരെയും മോചിപ്പിക്കാമെന്ന് ഹമാസ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഹമാസിന്റെ ആവശ്യങ്ങൾ യാഥാർത്ഥ്യബോധം ഇല്ലാത്തതാണെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചു. എന്നാൽ വെടിനിർത്തലിനായും ബന്ദികളുടെ മോചനത്തിനായുള്ള ചർച്ചകൾക്കായും മറ്റൊരു പ്രതിനിധി സംഘത്തെ ഖത്തറിലേക്ക് അയക്കുമെന്നും ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. 2019-ലെ പൌരത്വ ഭേദഗതി നിയമത്തിന് കീഴിൽ അപേക്ഷിക്കുന്നതിനുള്ള CAA 2019 മൊബൈൽ ആപ്പ് പ്രവർത്തനക്ഷമമായി. അപേക്ഷകർക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൌൺലോഡ് ചെയ്യാമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് online.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും ആപ്പ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹരിത ഇന്ധനമായ എത്തനോൾ 100 കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വിപണിയിൽ അവതരിപ്പിച്ചു. ഹരിത ഇന്ധനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടി. പെട്രോളിൽ 92 മുതൽ 94% വരെ എത്തനോൾ സംയോജിപ്പിച്ചാണ് ഇന്ധനം ഉണ്ടാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കും. വികസിത ഭാരതം രൂപപ്പെടുത്തുന്നതിലേക്കുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാൻ രാജ്യത്തെ പൌരന്മാരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യ കാരണങ്ങളാൽ പരിശീലനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സൈനികരുടെ പുനരധിവാസം സാധ്യമാക്കുന്ന നയത്തിന് രാജ്യരക്ഷാ മന്ത്രാലയത്തിന്റെ അംഗീകാരം. എല്ലാത്തരം മതവിദ്വേഷത്തെയും അപലപിക്കുന്നുവെന്നും ബഹുസ്വരതയാണ് ഇന്ത്യയുടെ മുഖമുദ്രയെന്നും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ഇന്നും റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചു. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ച ശേഷം വീണ്ടും തുടങ്ങുമെന്ന് മന്ത്രി GR അനിൽ. ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.